ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഞാൻ 3-4 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല, കാരണം എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. കിടപ്പായി പോയി, മഴയൊക്കെ ആയിട്ട് കുറച്ച് തലവേദന, പനിയൊക്കെ ആയിട്ട് കിടപ്പായി പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അത് എന്നെ പലരും വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു, എന്നാ പറ്റി, എനിക്ക് സുഖമില്ല, എന്ത് പറ്റി വീഡിയോ ഇടാത്തത്. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ടിട്ട്. കാരണം എന്നെ ഇപ്പോൾ എവിടെ നിന്നൊക്കെ ആളുകൾ വിളിച്ച് എൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് കേട്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഏതായാലും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ, അത് ഓർത്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നും എനിക്ക് അത്ര കണ്ടീഷനൊന്നും അല്ല. എന്നാലും ഞാൻ വിചാരിച്ചു, ഞാൻ ഗീവ് അവേയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ലേറ്റായി, 20-ാം തീയതി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 30-ാം തീയതി ആയിക്കൊണ്ടിരിക്കണം. അപ്പം ഇനിയും ലേറ്റ് ആവാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇന്ന് തന്നെ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണതാണ്. അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം കുറച്ചൊരു ശരിയായി, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് സാരികളാണ് കാണിക്കുന്നത്. അത് വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള സാരികളാണ്. എല്ലാ സാരികളും 590 സാരികളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പം അത് എല്ലാവർക്കും വാങ്ങിക്കാവുന്ന സാരിയാണ്. 590 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഒക്കെ ഉടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയ സാരികൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോവാം. ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്ന സാരി ഒരു ബംഗാൾ സാരിയാണ് ഞാൻ നേരത്തെയും കാണിച്ചത്. ഇന്ന് കാണിക്കുന്നതും അത് തന്നെയാണ്. ഇത് ബംഗാൾ, നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ചാനലിൽ, എനിക്കറിയത്തില്ല. ഇത് ബംഗാളിലെ ഒരു പർട്ടിക്കുലർ ഡിസൈനാണ്. ഇതിന് മധുബനി പ്രിന്റ് എന്നാണ് പറയുന്നത്. ഇത് മധുബനി പ്രിന്റിൽ തന്നെ ഇത് അവരുടെ ഒരു ഓതന്റിക് സാരിയാണ്, അവരുടെ ഒരു ട്രഡീഷണൽ സാരിയാണ് ബംഗാളിൻ്റെ. ഇത് മെയിനായിട്ട് വരുന്നത് 2 കളറിൽ. ഇതിൻ്റെ ബോഡി ഒരു കളറിൽ വരും, പല്ലു ഒരു കളറിൽ, ഒരു കോൺട്രാസ്റ്റ് കളറിൽ. അങ്ങനെയാണ് ഈ സാരികളെല്ലാം വരുന്നത്. ഇത് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൻ്റെ സാരിയാണ്. നല്ല ഉടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഞെറിഞ്ഞ് കുത്തി ഉടുത്ത് നല്ല സ്റ്റൈലായിട്ട് പോകാവുന്ന ഒരു സാരിയാണ്. ഇതിനധികം റേറ്റും വരുന്നില്ല. അതാണ് ഈ സാരിയുടെ വേറൊരു പ്രത്യേകത. പിന്നെ ഈ മധുബനി ഡിസൈനിൽ തന്നെ ബംഗാളീസ് ഏറ്റവും കൂടുതൽ സാരി ഉപയോഗിക്കുന്ന ഒരാളുകളാണ്. കേരളത്തിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടിരിക്കുന്നത് ബംഗാളികളാണ്. കേരളവും തമിഴ്നാടും ഒക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സാരി ഉപയോഗിക്കുന്ന ഒരാളുകളാണ് ബംഗാളീസ് എന്ന് പറയുന്നത്. ബംഗാളിൽ ഞങ്ങൾ ഒരു 4-5 വർഷം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ താമസിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുടുംബസമേതം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബംഗാളിൽ ബാഗ്ഡോഗ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങളൊരു 4-5 വർഷം താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ സാരികളെ പറ്റി ഒരുവിധമൊക്കെ അറിയാം. കാരണം ഞാൻ സാരിയോടും ഡ്രസ്സിനോടും താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാനിതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു അന്ന്. അപ്പോൾ ഇത് മധുബനി പ്രിന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഈ ഒരു മെറ്റീരിയലിൽ മാത്രമല്ല, അവരുടെ അടുത്ത് ഇതിപ്പം സിൽക്കിൽ കാണും, സോഫ്റ്റ് സിൽക്കിൽ കാണും, ടെസറിൽ കാണും, സെമി ടെസറി കാണും, പ്യുവർ ടെസറി കാണും. എല്ലാത്തിലും അവർ ഈ മധുബനി പ്രിന്റ് ഫോളോ ചെയ്യും. ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഹാൻഡ്ലൂം കോട്ടണിൽ വന്നിരിക്കുന്ന സാരിയാണ്. സാരിയുടെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. ഇതാണ് സാരി. ഇതിൻ്റെ പല്ലു പോർഷനായി കാണുന്നത് റെഡ് കളറിൽ പല്ലു വരും. ഇതിൻ്റെ അരികത്തെ കൂടെ ഒരു ചെറിയൊരു സെറി ബോർഡർ 2 സൈഡിൽ കൂടെ പോകും. ഇതുപോലെ ഈ പ്രിന്റ് ഈ പ്രിന്റിനാണ് ഈ മധുബനി പ്രിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തുമ്പത്തായിട്ട് ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മുന്താണിയുടെ തുമ്പത്ത് ടാസൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു തെറിച്ച് നിൽക്കുന്ന റെഡ് കളറല്ല, ഒരു മെറൂണിഷ് റെഡ് എന്ന റെഡാണ് താനും. അങ്ങനത്തെ ഒരു നല്ലൊരു ഡാർക്ക് റെഡ്, ഒരു ഒരു ഒതുങ്ങിയ റെഡ് എന്ന് പറയത്തില്ല, മറ്റേ ഈ ബ്ലഡ് റെഡ് അല്ല, കുറച്ചും കൂടെ ഒരു വൈൻ റെഡിലേക്ക് കളറുന്ന ഒരു റെഡും, അതിൻ്റെ കൂടെ പ്രിന്റ് മൊത്തം ബോഡി മുഴുവനും ഈ ബ്ലാക്കും വരും. അങ്ങനെയാണ് ഈ സാരി വരുന്നത്. ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. സാരി കണ്ടല്ലോ എല്ലാവരും. ഇതുപോലാണ് ഫുള്ള് വരുന്നത്. ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബ്ലൗസ് ഈ റെഡ് കളറിൽ വരും. ഇതാണ് ബ്ലൗസ്. ഇത് മുന്താണി വരും. ഇതാണ് മുന്താണി. ഇത് ഈ റെഡ് കളറിൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് പ്രിന്റഡ് ആയിട്ട് തന്നെയാണ് ബ്ലൗസും വരുന്നത്. ഇതാണ് ഇതിൻ്റെ നല്ല സൈഡ് വരുന്നത്. ഇതാണ് നല്ല സൈഡ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ ആ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസും ഇതും എല്ലാം കൂടെ ഇടുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും.
സാരി നമുക്ക് ഉടുത്ത് വരുമ്പം വരുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സാരിയൊക്കെ ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ സാരി ഇങ്ങനെ അതിന് മുന്താണി ഇതാ ഇങ്ങനെയും കൂടെ വരുമ്പോൾ സാരിയുടെയും മുന്താണിയുടെയും കൂടെ ഒരു വ്യൂ ഇങ്ങനെ വരും. ഇതിനകത്ത് ഈ റെഡ് ബ്ലൗസും കൂടെയൊക്കെ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ റെഡ് ബ്ലൗസും കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സാരി ബ്ലൗസ് ഇങ്ങനെ റെഡിൽ വരും. ഇതൊരു നല്ല മാച്ചിങ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇതാണ് സാരി. ഈ സാരിക്ക് റേറ്റ് വരുന്നത് ഞാൻ വളരെ കുറച്ചിട്ടാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. 590 രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത്. 2 സൈഡിലും ബോർഡർ ഉണ്ട് കേട്ടോ, ചെറിയ ബോർഡർ 2 സൈഡിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും വാങ്ങിച്ച് നല്ല സ്റ്റൈലായിട്ട് എടുത്തുകൊണ്ട് പോകാം. ഇതങ്ങനെ ചുരുങ്ങിയൊന്നും പോകത്തില്ല. നല്ല മെറ്റീരിയലാണത്. ഇതാണ് ആദ്യത്തെ കളർ ഇതാണ് വരുന്നത്. ഇതിന് ഞാൻ എല്ലാം കൂടെ വെടുത്തുന്നില്ല, വെടുത്തിയ സാരി എല്ലാം ചുരുട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് കളറായിട്ട് കാണിച്ചു പോകാം കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. അതിനും അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് കളർ കോമ്പിനേഷനാണ് അടുത്തത് വന്നിരിക്കുന്നത്. ഗ്രീനും റെഡും. ഇതൊക്കെ ഒരു എവർ ഗ്രീൻ എന്താ കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ കോമ്പിനേഷൻ. അതാ റെഡ് മുന്താണി വരും. മുന്താണിയുടെ തുമ്പത്ത് നോക്കിക്കോ ഒരു പച്ച, ആ ഗ്രീൻ തന്നെ ഒരു ഇതുപോലെ വരും. കുറച്ച് ഭാഗം ഒരു ലൈനും പ്ലെയിനും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ വരും. ബ്ലൗസ് പീസ് അങ്ങനെ തന്നെ വരും. ഈ റെഡിൽ തന്നെ ബ്ലൗസ് പീസ് വരും. ബാക്കി ബോഡി ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എന്താ പറയേണ്ടത് അസറി ബോർഡറൊക്കെ ഇതിനകത്തും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് മുന്താണിയിൽ വിടുത്തിയിട്ട് വരുമ്പോൾ ഉള്ളൊരു ലുക്ക് കാണിച്ചു തരാം. ഇതാണ് മുന്താണി പോർഷൻ വരുന്നത്, ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നതാണ് ഗ്രീനിലാണ് ബോഡി പോർഷൻ വരുന്നത്. ഇങ്ങനെ വരും ബോഡിയുടെ പോർഷൻ. കുറച്ചും കൂടെ നിവർത്തിയിട്ട് കാണിച്ചു തരാം. സാരി ഞൊറിഞ്ഞ് കുത്തി കൊടുക്കുമ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിങ്ങനെ വലിച്ച് വരിയിട്ട സാരിക്ക് ഭംഗി കാണത്തില്ല. പക്ഷേ ഇത് നല്ല ഞൊറിഞ്ഞ് കുത്തിയൊക്കെ ഉടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റൈലായിട്ട് ഉടുക്കാവുന്ന ഒരു സാരിയാണ് കേട്ടോ. അതും വളരെ വില കുറവിൽ നല്ല സ്റ്റൈലായിട്ട് ഉടുത്തുകൊണ്ട് പോകാവുന്ന ഒരു സാരിയാണ്. പ്രത്യേകിച്ചും ഈ ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകുന്നവർക്ക് വലിയ വിലയില്ല, എന്നാൽ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഉടുത്തിട്ട് പോകാവുന്ന ഒരു സാരിയാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. മുന്താണി റെഡ് കളറിൽ വരും. ഇതാണ് സെക്കൻഡ് കോമ്പിനേഷൻ വരുന്നത്. ഗ്രീൻ എന്ന് വെച്ചാൽ ഒരു ചാണകപ്പച്ച എന്ന് പറയുക അതിന്. അതുപോലത്തെ ഒരു പച്ചയാണ് വരുന്നത്. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്കോട്ടല്ല താൻ, നിങ്ങൾക്ക് കാണാമല്ലോ, കളർ നന്നായിട്ട് കാണാമല്ലോ. ഇതാണ് സെക്കൻഡ് കോമ്പിനേഷൻ വരുന്നത്. മൂന്നാമത്തെ കളർ നോക്കിക്കോളൂ. ഇതും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിനകത്ത് മുന്താണിയാണ് ഇതിനകത്ത് ലൈറ്റ് വന്നിരിക്കുന്നത്. ബോഡി ഡാർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുന്താണി പോർഷൻ ഇങ്ങനെ വരുന്നത്. ലൈറ്റ് ബ്ലൂ, ലൈറ്റ് സീ ബ്ലൂ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ലൈറ്റ് ബ്ലൂ ആണ് മുന്താണി പോർഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി വ്യത്യാസമൊന്നുമില്ല. ബോഡി പോർഷൻ നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ, ഇതുപോലെ നല്ല കോമ്പിനേഷൻ. എല്ലാത്തിൻ്റെ അരികത്ത് ചെറിയ ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയല്ല, ഇതിനകത്ത് ഇവിടെ ബോർഡർ വരുമല്ലോ, നമ്മളിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ബോർഡർ വരുമല്ലോ. അങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇനി അടുത്ത കളർ കോമ്പിനേഷൻ കാണിച്ചു തരാം. എല്ലാം നല്ല അടിപൊളി കളറുകളും കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഗ്രീൻ തന്നെ, ആദ്യം ഞാൻ കാണിച്ചില്ലേ അതേ ഗ്രീൻ തന്നെ. ആദ്യം കണ്ടത് ഗ്രീനിനകത്ത് റെഡായിരുന്നു അതിൻ്റെ ബോർഡർ വന്നത്. ഇത് ഗ്രീനിനകത്ത് യെല്ലോയാണ് ബോർഡർ വന്നിരിക്കുന്നത്. മുന്താണി വന്നിരിക്കുന്നത് യെല്ലോയാണ്. അത് മാത്രമേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. മറ്റേത് ഗ്രീനും റെഡും കൂടായിരുന്നു, ഇത് ഗ്രീനും യെല്ലോയും കൂടായിരുന്നു. ഇതാണ് മുന്താണി പോർഷൻ. ബോഡി പാർട്ട് ഇങ്ങനെ. ഇതാണ് ബോഡി പാർട്ട് വരുന്നത്.
ഇതാണ് വരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി ഉണ്ട്. ഒരു സാരിയും കൂടാണ് ഇതിനകത്തുള്ളത്. അത് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാം നല്ല കളർ കോമ്പിനേഷനെല്ലാം നമുക്ക് ഈ മധുബനി സാരീസ് കിട്ടും. കോൺട്രാസ്റ്റ് ആയിരിക്കും എല്ലാം. ഇതിൻ്റെ മുന്താണി പോർഷനിൽ ഈ മെറൂൺ വരും. മെറൂൺ ഈ മുന്താണി പോർഷൻ വരും. ഓക്കെ, ഇതാണ് മുന്താണി പോർഷൻ വരുന്നത്. ബോഡി പോർഷൻ വരുമ്പോൾ ഈ ബ്ലൂ ആ വരുന്നത്. നല്ലൊരു എന്താ പറയുക, ഗ്രീൻ, നല്ല ഇതൊരു ബ്ലൂ ആ. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വാങ്ങിച്ചോളുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് സെയിം ആണ്. എല്ലാത്തിനും 590 റുപ്പീസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 40 to 50 അത് ഞാൻ വെയിറ്റ് നോക്കിയിട്ട് പറയാം. അത്രയും ഷിപ്പിംഗ് ചാർജും കൂടെ വരും കേട്ടോ. അതാണ് ഈ സാരീസ് എല്ലാം ഇപ്പോൾ കണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ. ഇങ്ങനെ വരും ലാസ്റ്റ്. അപ്പോൾ ഇത് 5 എണ്ണം ഒരു ടൈപ്പ് സാരിയാണ്. ഇനി ഒരു സാരിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഇതും ബംഗാൾ സാരി തന്നെയാണ്, പക്ഷെ ഇതൊരു ടോട്ടൽ ഹാൻഡ്ലൂം സാരിയാണ് കേട്ടോ. ഇതാണ് ഈ സാരി. ഇതിൻ്റെ ടാസിൽസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല പിരിച്ച് കെട്ടിയിട്ടുള്ള ടാസിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതും മൾട്ടി കളറിലുള്ള ടാസിൽസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ടാസിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കളർ പറഞ്ഞാൽ ഒരു എന്താ പറയണ്ട, ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. ബ്ലൂവും റെഡും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണി പോർഷൻ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിന് 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സാരി. ഇതൊരു നല്ല ഹാൻഡ്ലൂം കോട്ടൻ്റെ സാരിയാണ് കേട്ടോ. ഇതാണ് ഈ സാരിയുടെ മുന്താണി വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലൂ കളറാണ്. ബ്ലൂ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ കാണുന്ന കളർ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡറാണ് ഈ കാണുന്നത്. ബോർഡർ ഇതിൻ്റെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ബോർഡർ ഒന്നും ഒരു പ്രിൻ്റ് അല്ല, എല്ലാം വീവിങ് ആയത്. ഇതാ നോക്കിക്കോ, എല്ലാം വീവിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഡിസൈനുകളാണെങ്കിലും ഉള്ളിലുള്ള ചെറിയ ചെറിയ ബൂട്ടാസ്, അതുപോലെ ഈ ലൈൻ മാത്രം വീവിങ് അല്ല, അത് മാത്രം ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഈ കാണുന്ന എല്ലാ ഡിസൈൻസും, ഈ ബോർഡർ പോർഷനും ഉള്ളിൽ കാണുന്ന പോർഷനും എല്ലാം ഹാൻഡ് വീവിലാണ് വന്നിരിക്കുന്നത് ഈ സാരി. ഇതാണ് ഇതിൻ്റെ ബോർഡർ പോർഷൻ. ഇങ്ങനെ വരും. ബോഡി പോർഷൻ ഫുൾ ഇതായി ഈ ഒരു പ്രിന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ബോഡി പോർഷൻ ഫുൾ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഈ സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ട്. ഇതിനകത്ത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം കളറുള്ള ബ്ലൗസ് പീസ് വരുന്നത്. സെയിം ബ്ലൗസ് പീസാണ് വരുന്നത് കേട്ടോ. സെയിം ഫോളോയിങ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ്. ഇതൊക്കെ വില കുറഞ്ഞ സാരികളായതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാ സാരിക്കൊന്നും ബ്ലൗസ് തയ്ച്ച് ബ്ലൗസിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ചാർജ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ സാരിക്കൊന്നും എല്ലാത്തിനും ഒന്നും നിങ്ങൾ ബ്ലൗസ് ഒന്നും തയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു റെഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ റെഡ് ബ്ലൗസ് പെയർ ചെയ്തിട്ട് ഈ സാരി നമുക്ക് നല്ല ഈസി ആയിട്ട് ഉടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. റെഡ് ഇട്ടാലും ഇത് നല്ല ഭംഗിയായിരിക്കും, നല്ല കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. ഇത് നല്ല ഹാൻഡ്ലൂം സാരിയാണ്. കഴുകിയാലൊന്നും ഒന്നും പറ്റത്തില്ല കേട്ടോ. നല്ല ഹാൻഡ്ലൂം സാരിയാണ്. അപ്പോൾ ഈ സാരിയുടെ വില സെയിം ആണ്. 590 ആണ് ഇതിൻ്റെയും പ്രൈസ്. ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പിന്നത്തെ ഒരു കളർ വരുന്നത്. ഗ്രീനും റെഡും കൂടെ കലർന്ന കളർ. ഇത് നല്ലൊരു കളറാണ്. അത് ബ്ലൂവും റെഡും, ഇത് ഗ്രീനും റെഡും. കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഞാൻ സാരി ഫുള്ള് നിവർത്തുന്നില്ല കേട്ടോ. എല്ലാ സാരി നിവർത്തിയ സാരി വൃത്തികേടാവും, അതുകൊണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ബോർഡർ പോർഷൻ വരുന്നത്. ബോർഡർ പോർഷൻ ഇങ്ങനെ വരും. അതിനകത്ത് നമുക്ക് വീവിങ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത്. ഇതാ ഫുള്ള് ഹാൻഡ് വീവാണിത്, അല്ലാതെ ഇതൊന്നും പ്രിൻ്റ് അല്ല. അപ്പം നിങ്ങൾ ഈ വീവിങ് ഇതും വെച്ചിട്ട് ഈ നല്ലൊരു ഹാൻഡ്ലൂം സാരി ഈ വിലയ്ക്ക് കിട്ടുക എന്ന് വെച്ചാൽ ഇത് വളരെ അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്കിപ്പോൾ ഇത് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ മുന്താണി. പിന്നെ ബാക്കി ബോഡി പോർഷനിൽ ഈ ബൂട്ടാസ് ഇങ്ങനെ ഫുള്ള് ഫോളോ ചെയ്യുന്നുണ്ട്.
അതാണ് ബോഡി വരുന്നത്. ബോഡി കാണിച്ചു തരാം. ഇതെങ്ങനെ വരും, ബോഡി പോർഷൻ ഇങ്ങനെ വരും. അങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. അങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ വ്യൂ കിട്ടുന്നത്. അപ്പം ഇതുപോലെ ഇത്രയും സാരികളാണ് ഇന്ന് കാണിക്കുന്നത്. ഇന്ന് കാണിച്ച സാരികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് 590 രൂപയാണ് പ്രൈസ് വരുന്നത്. അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൂടെ വരും. പിന്നെ നിങ്ങൾക്ക് ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതിയാവും. സാരി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നെല്ലാം സാരിയുടെ കളക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും വാങ്ങിച്ച് കൊടുക്കാവുന്ന സാരിയുടെ കളക്ഷൻസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. ഞാൻ ലക്കി ഡ്രോയുടെ കാര്യം പറഞ്ഞിരുന്നു. അത് ഞാൻ പറയുന്നതിന് മുമ്പ് ബൈ പറഞ്ഞു. അത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ലക്കി ഡ്രോ എല്ലാം എഴുതി വെച്ചിരിക്കും. അത് ഞാനൊരു 9 പേരുടെ പേരെ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാത്തിലും കമൻറ്റ് ചെയ്ത ഒരു 9 പേരുടെ പേര് നോക്കിക്കോളൂ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 9 പേരുടെ പേരാണ്. ആർക്കാണ് ലക്കെന്ന് വെച്ചാൽ അവർക്ക് കുർത്തി കിട്ടുന്നതായിരിക്കും. ഞാൻ നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഒരാളുടെ പേര് ഞാൻ എടുക്കാൻ പോവുകയാണ്. ഈ കിട്ടുന്ന ആളാണ്, അതാണ് വിന്നർ. ആരാണെന്ന് എനിക്കറിയത്തില്ല. തുറന്ന് നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാ മിനി സണ്ണി, കണ്ടല്ലോ എല്ലാവരും. മിനി സണ്ണിയാണ് ഇന്നത്തെ വിന്നർ. ഞാൻ എഴുതിയിരുന്ന പേരുകളൊക്കെ ഒരു പ്രാവശ്യം വായിക്കാം. ഞാൻ എഴുതിയിരുന്ന പേര് ശ്രീകുട്ടി, സിന്ധു കുഞ്ഞുമോൻ, ബി പോസിറ്റീവ് ബി ഹാപ്പി, പേരുണ്ടായിരുന്നില്ല. മിനി സണ്ണി, അമ്മൂസ് വണ്ടർലാൻഡ്, സന്ധ്യ പി ആണെന്ന് തോന്നുന്നു, സന്ധ്യ പി 3663, ഫറാസിയർ എന്തോ ഒരു പേരാണ്, പ്രിയന്ത, റോൺഡ്രോയിഡ് 5570. ഇത്രയും പേരുകൾ 9 പേരുടെ പേര് ഞാൻ തപ്പിയിട്ട് എനിക്ക് ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ഇതിലും നല്ല കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ മിനി സണ്ണിയും എപ്പോഴും കമൻ്റ് ഇടുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതിലും നല്ല കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് ഇതിലും കൂടുതൽ കമൻ്റൊക്കെ ഇട്ടിരുന്നവരുണ്ട്, കുറച്ച് കമൻ്റ് ഇട്ടവരുണ്ട്. പക്ഷെ എല്ലാവരും കമൻ്റ് ചെയ്തവരാണ്. ചിലർ കൂടുതൽ എഴുതും, കുറച്ച് എഴുതും. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും ഉണ്ട്, നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതേ 2000 നമുക്ക് ഇപ്പോൾ തന്നെ പെട്ടെന്ന് ആയിക്കോളും. ഞാനൊരു 5-8 വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മൾ 2000 എത്തും. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീണ്ടും കുർത്തിയുടെ കളക്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ കിട്ടിയ ആളെ ഞാൻ ഒഴിവാക്കും കേട്ടോ. കിട്ടിയ ആൾക്ക് അടുത്ത പ്രാവശ്യം ചാൻസ് ഉണ്ടാവില്ല. അത് ഒഴിവാക്കിയിട്ട് പിന്നെയുള്ള ആളുകളുടെ നിന്നായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ആരും വിഷമിക്കേണ്ട. കിട്ടിയ ആൾക്ക് കൺഗ്രാജുലേഷൻസ്. കിട്ടാത്തവർ വീണ്ടും ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇനിയും ചാൻസ് വരും. ഓക്കെ, ബൈ.